നമ്മൾ വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. ഈ വീഡിയോയുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നമ്മളിതാ ഒരു പുതിയ ഗെയിം കണ്ടുപിടിച്ചിട്ടുണ്ട്. റിയലിസ്റ്റിക് എന്ന് പറയും, അല്ലെങ്കിൽ ഗെയിം എന്നും പറയും. അങ്ങനത്തെ രീതിയിലുള്ളൊരു ഗെയിമാണ്. ബിക്കോസ് ഇതിൽ പല കാറുകൾ, അതായത് ഉദാഹരണത്തിന് GTR, സുപ്ര, MK4, നമ്മളെടുത്തിട്ടുള്ളത് റോൾസ് റോയ്സ്. പക്ഷേ ഒരു പ്രത്യേകത ഉണ്ട്, ഇതിന് മറ്റുള്ള കാറുകളെല്ലാം അത് കാണിക്കും. ഉദാഹരണത്തിന് ബെൻസ്, BMW, ബെന്റ്ലി കാറുകളൊക്കെ കാണിക്കും. പക്ഷെ അതിൻ്റെ ചിഹ്നം ഉണ്ടാവില്ല. ഇപ്പോൾ റോൾസ് റോയ്സിൻ്റെ കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ പല രീതിയിലുള്ള സിമുലേറ്റർ മോഡുകളുണ്ട്. ഉദാഹരണത്തിന് ഇവിടെ സെറ്റിങ്സിൽ പോകുമ്പോൾ റേസിംഗ്, ഡ്രിഫ്റ്റ് മോഡ്. അപ്പോൾ ഞാൻ ഡ്രിഫ്റ്റ് മോഡ് എടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ഗെയിം വേറെ എവിടെയും സാധ്യതയില്ല. കാരണം ഇതിൽ ഇങ്ങനത്തെ റിയലിസ്റ്റിക് കാറുകൾ കൃത്യമായിട്ട് അതേപോലെ കാണിച്ചിട്ടുണ്ട്. റിയലിസ്റ്റിക്. പിന്നെ നമുക്ക് ഇതിലൊരു പ്രത്യേകത ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇടിക്കുമ്പോൾ ഡാമേജ് വരുന്ന രീതിയിലുള്ള ഇപ്പോൾ നോക്കൂ, ഇവിടെ ഇങ്ങനെ ഡ്രിഫ്റ്റിൻ്റെ പല അടയാളങ്ങളും വന്നു. അതുപോലെ നമുക്ക് സിമുലേറ്റർ സാധായും റേസിങ്ങിൻ്റെ മോഡും എടുക്കാം. നമുക്ക് ഇങ്ങനെ ഇവിടെ സൈഡിലായിട്ട് കാർ ലിസ്റ്റ് കാണുമ്പോൾ നമുക്കിങ്ങനെ കുറേ കാറുകൾ കിട്ടും. അതിൽ ഓൾ കാർസ്, അല്ലെങ്കിൽ സെഡാൻ നിൽക്കുമ്പോൾ അതിലുള്ള സെഡാനുകൾ. ഇതാ ഞാൻ പറഞ്ഞ റോൾസ് റോയ്സ്, വേറെ ടൈപ്പ് റോൾസ് റോയ്സ്, സെഡാനായ റോൾസ് റോയ്സും. ഇത് ബെൻസിൻ്റെ വേറൊരു സി ക്ലാസ്. പിന്നെ അതിന് അങ്ങനത്തെ കുറേ, ഇതൊക്കെ നമുക്ക് ഫ്രീ ആണ്. കാരണം എന്താണെന്നറിയില്ല, ഇതേപോലത്തെ ഒരു ഗെയിം വേറെ കിട്ടില്ല. മറ്റുള്ള ഗെയിമുകളിലൊക്കെ നമുക്ക് പൈസ കൊടുത്ത് വേണം കാറുകൾ വാങ്ങിക്കാൻ. ഇതാ നമ്മുടെ ഡോഡ്ജ്, പിന്നെ ബെന്റ്ലി, GTR, സുപ്ര, ഇങ്ങനത്തെ കാറുകൾ പലതും ഉണ്ട് ഇവിടെ. ഈ കാബ്രിയോലറ്റി പോകുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ടൈപ്പ് 4 ടൈപ്പ് കാറുകൾ. കോമ്പിയിലൊരു കാറുണ്ട്, സ്പോർട്ടിൽ ചെല്ലുമ്പോഴാണ് ബുഗാട്ടി ഷിറോനും, ഓഡിയുടെ വേറൊരു മോഡലും, ഇങ്ങനത്തെ കാറും, ഫെറാറി. ഇത് ഞാനൊരു പ്രാവശ്യം ഓടിക്കാൻ ഉദ്ദേശിച്ച് അപ്ഗ്രേഡ് ചെയ്തതാണ്. പിന്നെ ഹാച്ച് ബാക്കിൻ്റെ കാറുകൾ, SUV-ലാണ് നമ്മൾ ഇപ്പോൾ നേരത്തെ കണ്ട റോൾസ് റോയ്സും. പിന്നെ ഇതാണ് നമ്മുടെ സ്വന്തം G-Wagon. അപ്പോൾ നമുക്ക് എന്തായാലും റോൾസ് റോയ്സ്, ഫെറാറി എടുത്ത് റൺ ചെയ്ത് നോക്കാം. അതിന് മുമ്പ് നമുക്ക് ലംബോർഗിനിയുടെ സ്പോട്ട് എടുത്ത് ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യാത്ത കാർ എടുക്കുകയാണെങ്കിൽ ഫുൾ ബ്ലാക്കിലായിരിക്കും കിട്ടുക. എന്നുവെച്ചാൽ നമ്മൾ ചൂസ് അമർത്തിയ ശേഷം സെലക്ട് അമർത്തുമ്പോൾ വീണ്ടും നമ്മുടെ മെനുവിൽ പോകും. പിന്നെ പെയിൻറ് ഷോപ്പ്, ബോഡി ഷോപ്പ് അങ്ങനെ കാണിച്ചിട്ടുണ്ടാവും. ബോഡി ഷോപ്പിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ ഇവിടെ സ്കിപ്പിൻ്റെ ഒരു ഇതുണ്ടാവും. സ്കിപ്പ് അമർത്തുക, അല്ലെങ്കിൽ നമുക്ക് പോകണമെന്ന് കാണാം. ഫ്രണ്ടിൽ ഇപ്പോൾ എന്തെങ്കിലും അപ്ഗ്രേഡേഷൻ കൊടുക്കണമെങ്കിൽ അപ്ഗ്രേഡേഷൻ കൊടുക്കാം. ഇപ്പോൾ ഞാനിങ്ങനത്തെ 2 ഇതാണ് വെച്ചിട്ടുള്ളത്. ബാക്കിലായിട്ട് ഇങ്ങനത്തെ വേണമെങ്കിൽ ഇങ്ങനത്തെ. പക്ഷേ ഇതിലെ പുറകിൽ ഓൾറെഡി ബാക്കിലൊരു 3 പിൻസ് കൊടുത്താൽ തന്നെ നമുക്ക് റെഡിൻ്റെ ഒരു ടാഗ് കൊടുക്കാൻ മാത്രമേ ഇതിന് കഴിയുള്ളൂ. മറ്റുള്ള കാറുകളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് പല ഓപ്ഷനുകളുണ്ടാവും. സൈഡിലത്തെ ചവിട്ടി കയറണ സാധനമാണ്, സെലക്ട് ചെയ്ത് ഇതൊക്കെ ഫ്രീ ആണ്. ഫ്രണ്ടിൽ എന്തെങ്കിലും അപ്ഗ്രേഡേഷൻ, ഇതാണ് ലൈറ്റ്. പിന്നെ ഫുള്ള് ഒരു അലൂമിനിയം ഫ്രെയിമിൻ്റെ ഒരു പ്രത്യേക പിയാനോ ബ്ലാക്കിൻ്റെ ഒരിത്. തൽക്കാലം ബ്ലാക്ക് എടുക്കാം. മുകളിലായിട്ട് ഇങ്ങനെ ഒരു എയർ കണ്ടീഷൻ, പിന്നെ ട്രിപ്പിൾ ഹൈക്കോട്ട് കണ്ടീഷനും, പിന്നെ ലൈറ്റ്, അങ്ങനത്തെ ഇതിനൊക്കെ ലൈറ്റ് ഓൺ ആക്കാനും പറ്റും.
പിന്നെ ഈ പോലീസിൻ്റെ എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ലാപ്ടോപ്പ്, പിന്നെ ഒരു ലൈറ്റ്, സൈക്കിള് അങ്ങനെ കിട്ടുന്നു. പിന്നെ ലംബോർഗിനിയുടെ ബാക്ക് കൊടുക്കാൻ പറ്റണ സ്പോയിലർ, ഇങ്ങനത്തെ ആണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുക. ടയർ ഇങ്ങനെ പലതരത്തിൽ മാറ്റാൻ പറ്റും. ഒക്കെ ഫ്രീ ആണ്, ഫുൾ ഫ്രീ ആണ്. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആകെ ഇതിൽ ആ കാറിന് വരാൻ പറ്റിയൊരു സ്റ്റിയറിങ്ങും പിന്നെ ഒരു വേറെ 2 DMNK ഈ സ്റ്റുഡിയോസ് തന്നെ നടക്കുന്ന സ്റ്റിയറിങ്ങുകൾ. ഇതിൻ്റെ ഉള്ളിലൊരു സ്പീക്കർ, ഇങ്ങനെ സ്ക്രീനുള്ളൊരു സെറ്റ്, ഇങ്ങനത്തെ ഒക്കെയാണ് ഇതിലൊക്കെ പറ്റുക. നമ്മളിപ്പോൾ ഇതിന് നേരില്ല. പിന്നെ ഇതിൻ്റെ കളർ മാറ്റാനാണ് ഇതിന് എടുക്കുക. ഉള്ളിൽ ഇങ്ങനെ ഈ സാധനം ഉണ്ടോ, നമ്മൾ ഇതിന് സെലക്ട് ചെയ്യും. പിന്നെ ബാക്കിലത്തെ ലംബോർഗിനിയുടെ എക്സോസ്റ്റിനാണ് ഇതിന് 2 തരത്തിലുള്ള എക്സോസ്റ്റാണ് എല്ലാ കാറിനും. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് ലൈസൻസ് പ്ലേറ്റ് വെക്കണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ വേണ്ട. അതാണ് ഇവിടെ. പിന്നെ ഫുള്ള് കഴിഞ്ഞാൽ ബാക്ക് പോകാം. പിന്നെ പെയിൻറ്റ് ഷോപ്പിൽ പെയിൻറ്റ് ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഇതമർത്തുമ്പോൾ ഇതേപോലെ തന്നെ ആയിരുന്നു. അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനത്തെ രീതിയിൽ നമുക്ക് ഇങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റും. നേരത്തെ എടുത്ത അലൂമിനിയത്തിൻ്റെ ഇത് അവിടെ തന്നെ ഉണ്ടാവും. പിയാനോ ബ്ലാക്ക്, മെറ്റലിക്, ഗ്ലോനസ്, അങ്ങനെയൊക്കെയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ടയറിൻ്റെയും ഗ്ലാസിൻ്റെയും നിയോൺ ലൈറ്റ്, അതെന്താണെന്ന് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും. നിയോൺ ലൈറ്റ് ഞാൻ അടി വരുന്ന ലൈറ്റിന് ഉദ്ദേശിക്കണം, അങ്ങനെ ഉണ്ടാവും. പിന്നെ നമുക്ക് ഇവിടെ ചെല്ലുമ്പോൾ പല ഡ്രൈവിംഗ് മോഡ്സുമാണ് ഉള്ളത്. നമുക്ക് ഐസിൻ്റെ ആണ് നമ്മൾ നേരത്തെ എടുത്ത. ഇപ്പോൾ സാധാ ഒരു ഇതാണ് ശരിക്കുള്ള നമ്മുടെ ഹോം. പിന്നെ നമ്മൾ ഇങ്ങനെ തന്നെ ചെല്ലുമ്പോൾ ഇതായിരിക്കും ഹോമിൽ എടുക്കുമ്പോൾ. പിന്നെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ. പിന്നെ സെറ്റിങ്സിൽ ചെല്ലുമ്പോൾ നമുക്ക് മോഡ് റേസിംഗ് സിമുലേറ്റർ, പിന്നെ AI കാർസ്, പച്ച കളറിൽ നമ്മുടെ മാപ്പിൽ പച്ച കളറൊക്കെ കാണിക്കുന്നത് മറ്റേ കാറുകളാണ്. ഇവിടെ വീട്ടിലുണ്ടാവുന്ന ഹെലികോപ്റ്ററാണ്. ഈ സെറ്റിങ്സിൽ ചെല്ലുമ്പോൾ കാർ സിമുലേറ്റർ, പിന്നെ കൺട്രോൾ ചെയ്യുമ്പോൾ സ്റ്റിയറിംഗിൻ്റെ പിന്നൊരു ഗ്രാഡ് ഗിയർ മാനുവലായിട്ട് നീക്കുന്നത്. പിന്നെ ഗ്രാഫിക്സ് ഹൈ ആണ്. കാർ ഷേഡോ വേണം, ഡാർക്ക് മോഡ്, അങ്ങനെയൊക്കെ പല ഓപ്ഷനുകളുണ്ട്. നമുക്ക് ജസ്റ്റ് ഓടിച്ചു. ശരിക്കും ഈ മൊബൈൽ ഫോണിൽ പ്ലേ സ്റ്റോറിൽ അപ്പം നമ്മുടെ സൂപ്ര MK4 നമ്മളിതാ കളർ ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത് ബോഡി ഷോപ്പൊക്കെ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു സ്ഥലത്ത് നമുക്ക് സ്പോൺ ചെയ്യിപ്പിക്കാം. നല്ലൊരു സ്ഥലം ഇതാ, നമുക്ക് സിറ്റിയിലെ ഫ്യൂൾ സ്റ്റേഷനിൽ ചെയ്യാം. ഇതേപോലെ ആയിരിക്കും നമ്മളിങ്ങനെ ഡ്രൈവ് അമർത്തി സ്പോൺ ഗോ നമ്മൾ ചെയ്യുമ്പോൾ ഇതിങ്ങനെ ലോഡിങ് ആണ്. ഇതിലെല്ലാം എടുക്കൽ ഫ്രീ ആണ് കേട്ടോ. മറ്റുള്ള ഗെയിമുകളൊക്കെ ലക്ഷറി പോലെ അല്ലെങ്കിൽ പോലും മറ്റുള്ള ഗെയിമുകൾ പൈസ കൊടുത്തിട്ട് നമ്മൾ അതിലുള്ള പൈസ ഉണ്ടാക്കിയിട്ട് വേണം അതിലുള്ള കളിക്കാൻ. പക്ഷെ ഇത് ലക്ഷറി കാറുകളും കൃത്യമായിട്ടുള്ള രീതിയിൽ ഫ്രീ ആയിട്ട് ഉള്ള ഗെയിമാണ്. ഇതേപോലെ ഒരു ഗെയിം വേറെ എവിടെയും കിട്ടില്ല. അപ്പോൾ നമ്മളിതാ ആദ്യം തന്നെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇത് കാണിച്ചു. പിന്നെ ഗ്രാഡുവൽ പെഡൽ, പിന്നെ സ്റ്റിയറിങ്ങും. ഇതിനുശേഷം നമുക്ക് ഡ്രിഫ്റ്റ് മോഡിലിട്ട് കളിക്കാം, അല്ലെങ്കിൽ റേസിങ്. ഇതാണ് കേരളക്കാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മഴ പെയ്യുന്നത്. സ്പീഡ് കയറണില്ല. നമുക്ക് ഒന്നുകൂടി
സെറ്റപ്പ് സാധനം ഉണ്ടാവും. അപ്പോൾ മിക്കവർക്കും നന്നായി ഇഷ്ടപ്പെടുന്ന ഞാൻ വിശ്വസിക്കുന്നു. അവസാനമായിട്ട് ഞാൻ ഈ ഗെയിമിൻ്റെ പേര് പറയാം. എല്ലാവരും ഇതെവിടെ പേര് പറയണില്ലല്ലോ അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. അതാ ഗെയിമിൻ്റെ പേര് പറയാൻ പോകുന്നത്. ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ യൂറോപ്യൻ ലക്ഷറി കാർസ് അതാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ഈ ഗെയിം ഉണ്ടാക്കിയ ഒരു ആളിന് അല്ലെങ്കിൽ ഇതിൻ്റെ പേരാണ് DMNK സ്റ്റുഡിയോസ്. അപ്പോൾ നല്ല അടിപൊളി ഗെയിമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. യൂറോപ്യൻ ലക്ഷറി കാർസ്. ഇതിൻ്റെ തന്നെ വേറൊരു DMNK പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഗെയിം കൂടിയുണ്ട്, അമേരിക്കൻ ലക്ഷറി കാർസ്. പക്ഷെ അത് ആകെ കുറച്ച് കാറുകളുള്ളൂ. പക്ഷെ ഇത് അതിലുള്ള കാറുകളുണ്ട്, സൂപ്പർ സാധനം. അപ്പോൾ എല്ലാവരും കൊടുക്കുക, ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.